الله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. അവിടെയും പിന്നെ എപ്പ ആണ് ചെയ്യേണ്ടത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. عند ربهم പിന്നെ ജന്നാത്തു അദ്നിൻ തജ്രി രണ്ടോടത്തും ജപ്പാച്ച്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات أولئك هم الخير البرية جزاهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنهم ذلك لمن خشي ربه. السلام. أعوذ بالله من الشيطان الرجيم. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات أولئك هم الخير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ രൂപത്തിലുള്ള അലിഫ്, ഒന്നുമില്ലാത്ത അലിഫ്, പിന്നെ ഈ ചെറിയ കുട്ടിസാദുള്ള അലിഫ്, ഇങ്ങനെ തലയെക്കെട്ടുള്ള അലിഫ്. ആ രണ്ടായത്തിൽ ഇത് വന്ന സ്ഥലമൊക്കെ നോക്കിയാൽ നിങ്ങൾ എവിടെയൊക്കെയാണ്? ഈ അലിഫ് വന്നിട്ടുണ്ട് അല്ലേ? ഇന്നല്ലേൽ ഇത് വന്നിട്ടുണ്ട്. ആ എന്തിനെ കാണിക്കാനാ? നിർബന്ധമായിട്ട് നിങ്ങളത് ഉച്ചരിക്കണം. ഈ ഉച്ചരിക്കണം. അപ്പം ഇങ്ങനെ ഓതണം. ഇന്ന, പിന്നെ അല്ലദീനലോ ഈദാ വന്ന് അല്ലേ? അതിൻ്റെ പ്രത്യേകത എന്താ? വസ്സിലിൻ്റെ അംശയാണ്. കൂട്ടി ഓതുമ്പോൾ മാത്രം ഉച്ചാരണം ഉണ്ടല്ലോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടക്കത്തിലാണെങ്കിലോ അല്ലദീന ഉച്ചരിക്കണം. പിന്നെ ആമനു, ഇത് ഒന്നൊക്കെ നീട്ടാനുള്ള അലിഫായിട്ട് വരും. ആമനു വഅമിലു, ആമനു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇത് കാണാം സുക്കൂനുള്ളത്. വഅമിലു കഴിഞ്ഞിട്ടും ആ സുക്കൂനുള്ള അലിഫ് കാണാം. അതെന്തിനാ? ആമനു വഅമിലു എന്ന് ഖുർആനിൽ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ എന്തില്ല, ഈ മുദവ്വറായ സുക്കൂന് കണ്ടാൽ അതിന് ഉച്ചാരണം ഉണ്ടാവില്ല. ആമനു എന്ന് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അസ്വാലിഹാത്ത്, അവിടെയോ ഇതാ ഉള്ളത്. നമ്മൾ കൂട്ടി ഓതുമ്പം വഅമിലു സ്വാലിഹാത്തി, അതിന് ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ ഇതേപോലെ തന്നെ കാണാം വാവിൻ്റെ മുകളിൽ മുദബ്ബറായ സുക്കൂന് കണ്ടില്ലേ? ഉലായിക്ക, അതിനും എന്തില്ല, ഒവുലായിക്ക എന്ന് വായിക്കാൻ പോണ്ട. എന്ത് ഇതാ മതി, കഴിഞ്ഞിട്ട് ഒറ്റച്ചാട്ടം ലാമിലേക്ക് ഉലാ. പിന്നെ അവിടെ എത്ര നീട്ടണം? ഉലായിക്ക 6 കതിർ വരെ നീട്ടണം. മദ് മുത്തസിൽ എന്നാണ് അതിൻ്റെ പേര്. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. പിന്നെ അടുത്ത ആയത്തിൽ ജസാ, അവിടെ കണ്ടില്ലേ? ഇവിടെ ഈ അലിഫുണ്ട്, പക്ഷെ അതിൻ്റെ ശേഷം എന്ത് വരുന്നുണ്ട്?
ഹംസ വരുന്നുണ്ട്. അലിഫ് അതിൻ്റെ ശേഷം എന്ത് വരുന്നുണ്ട്? ഹംസ വരുന്നുണ്ട്. അപ്പം എങ്ങനെ ഉച്ചരിക്കണം? അവിടെ നിർബന്ധമായിട്ട് ഉലായിക്ക പോലെ 4 മുതൽ 6 കതിർ വരെ ഉച്ചരിക്കണം. അപ്പം എങ്ങനെ ഓതണം? ജസാഉഹും ജസാഉഹും. ഉ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഉച്ചരിക്കണം എന്നാ. പിന്നെ ജസാവും എന്നൊന്നും പറയാൻ പാടില്ല എന്നാ. ജസാഉഹും രണ്ട് ഉച്ചാരണമാണ്. ജസാഉഹും. പിന്നെ അടുത്ത് ആ നൂനിന് എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. നഗ്നമായ നൂന് വന്നാൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഇഖ്ഫാ ചെയ്യണം, അല്ലെങ്കിൽ ഇദ്ഗാം ചെയ്യണം. ഇവിടെ ചെയ്യേണ്ടത് ഇഖ്ഫാ ആണ്. അപ്പോൾ പിന്നെ ജന്നാത്തു അദിനിൻ, അവിടെയും എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. എങ്ങനെ ഓതണം? അദിനിൻ തജ്രി, അദിനിൻ തജ്രി. പിന്നെ മിൻ, അവിടെ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. മിൻ തഹ്തിഹ. പിന്നെ മിൻ തഹ്തിഹ കഴിഞ്ഞിട്ടൊരു അലിഫ് ഉണ്ടാവും, പിന്നെ ഒരു അലിഫ് ഉണ്ടാവും. രണ്ടിനും എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. മിൻ തഹ്തിഹ അൽ അൻഹാറു എന്ന് ഉച്ചരിക്കണ്ടോ? ഇല്ല. മിൻ തഹ്തിഹൽ അൻഹാറു. ഹാ എന്നുള്ള നീട്ടാനുള്ള ഒരു അലിഫുണ്ട്, ഇതിന് ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ ഒരു വസിലിൻ്റെ അംശം വരുന്നുണ്ട്, രണ്ടിനും ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പം എങ്ങനെ ഓതണം? ഈ ഹാന്നൊറ്റ ചാട്ടം ഏതിലേക്ക്? പിന്നെ ലാമിലേക്ക്, അൻഹാറിൻ്റെ. അപ്പോൾ തഹ്തിഹൽ അൻഹാറു, തഹ്തിഹൽ അൻഹാറു. അവിടെ ആ ഉച്ചരിക്കണം, നൂനിനെ വ്യക്തമാക്കണം. പിന്നെ ഖാലിദീന ഫീഹ അബദ. ഫീഹ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നീട്ടണം. അലിഫിൻ്റെ ശേഷം ഹംസ വരുന്നുണ്ട്. ഫീഹ അബദ. പിന്നെ അബദൻ എന്നാണോ നിർത്തേണ്ടത്? അബദ എന്നാണോ നിർത്തേണ്ടത്? അബദ. എന്താണ് അതിൻ്റെ സൂത്രം? എന്താ? ഒരു 2 ഫത്ത് കണ്ടില്ല നിങ്ങൾ? നമ്മൾ പിന്നെ ബ്രേക്ക് പിടിക്കുമ്പം ഈ ഒരു ഫത്തഹ് കൊടുക്കുക, അബദ. എന്നിട്ട് ഇത് നല്ല നാട്ടി കൊടുക്കുക. ഇതന്നെയാണ് സംഗതി. ഇതിങ്ങനെ നാട്ടുക. അങ്ങനെ ഉച്ചരിച്ചു നോക്കുകയാണെ അബദ, അബദ. കൂടുതൽ നീട്ടാൻ പാടില്ല. ഈ സാധനം തന്നെയാണ് നമ്മളൊരു നാട്ട കൊടുക്കുകയാണ്, പിന്നെ ഒടിഞ്ഞു വീഴാതിരിക്കാൻ. അപ്പം എങ്ങനെ? ഖാലിദീന ഫീഹ അബദ. അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി സ്റ്റോപ്പ് ചെയ്യാതെ ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതണം? അബദർ റളിയല്ലാഹു അൻഹും. അബദൻ റളിയല്ലാഹു എന്ന് ഓതാൻ പാടില്ല എന്നാണ്. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഇദ്ഗാം ഉണ്ടാകും. ഇദ്ഗാം ഉണ്ട്, പക്ഷെ എന്തില്ല? ഉന്നത്തുണ്ടാവാൻ പാടില്ല. പിന്നെ റളിയല്ലാഹു അൻഹും വറളു അൻഹു. റളു കുറേ നീട്ടാൻ പാടില്ല, 2 കതിരേ നീട്ടാവും. വറളു അൻഹ്. പിന്നെ ദാലിക ലിമൻ ഖശിയ റബ്ബ. ആ ലിമൻ എന്നുള്ള നൂൻ എന്ത് ചെയ്യണം? ഇദ്ഹാർ ചെയ്താൽ മതി. ലിമൻ എന്ന് പറയാൻ പാടില്ല. ലിമൻ ഖശിയ റബ്ബ. ജസാഉഹും മിൻ റബ്ബിഹിം. ആയത്ത് എല്ലാവരും കൂടി ഒന്ന് ഓദിക്കണേ. തജ്വീദിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? നേരത്തെ പറഞ്ഞോളി. ഇന്നല്ലദീന ആമനു. വിശ്വസിച്ചവരാരോ അവർ. വഅമിലുസ്സാലിഹാത്തി. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ. ഉലായിക. അക്കൂട്ടർ. കൂട്ടർ? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആ കൂട്ടർ. ഹും. അവർ തന്നെയാണ് ഖൈറുൽ ബരിയ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമമായവർ. ജസാഉഹും. അവരുടെ പ്രതിഫലം ഇൻദ റബ്ബിഹിം. അവരുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ അവർക്കുള്ള പ്രതിഫലം ജന്നാത്തു അദിനിൻ. അദിനിൻ്റെ തോട്ടങ്ങളാണ്. തജ്രി.
ശാശ്വതമായ വിവരിക്കുമ്പോൾ പറയും. തെജിരി തെജിരി ഒഴുകുന്നു. മിൻ തഹ്തിഹ ആ തോട്ടത്തിൻ്റെ തായ് ഭാഗത്തിലൂടെ അല്ലെങ്കിൽ ആ സ്വർഗത്തിൻ്റെ തായ് ഭാഗത്തിലൂടെ. അൽ അൻഹാർ അരുവികൾ ഒഴുകുന്നു. ഖാലിദീന ഫീഹ ആ തോട്ടത്തിൽ ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളാണ്. അബദ എന്നുമെന്നും. റളിയല്ലാഹു അൻഹും അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളു അൻഹു അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ദാലിക അതെന്തുകൊണ്ടാണ്? ലിമൻ മേൽപ്പറഞ്ഞ കാര്യം ലിമൻ ഖശിയ റബ്ബ അവരുടെ രക്ഷിതാവിനെ ഭയപ്പെട്ടവർക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. രക്ഷിതാവിനെ ഭയപ്പെട്ടവരാരോ അവർക്കുള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതിൽ നമ്മൾ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തൊക്കെ കഴിഞ്ഞ ആഴ്ച പഠിച്ചല്ലേ? അബദൻ എന്ന് പറഞ്ഞാൽ എന്നുമെന്നും എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അതിൻ്റെ സൂത്രം എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പം പിന്നെ ഭാഷാപരമായി അങ്ങനെ അബദൻ പറയും. ഇപ്പോൾ ഒരിക്കലും ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളിടത്തൊക്കെ ചിലപ്പം പിന്നെ അബദ എന്ന് പറയാറുണ്ട്. ഇവിടെ അബദ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു സമയമല്ലേ, അല്ലെങ്കിൽ ആ സ്വർഗത്ത് പ്രവേശിച്ച ആ സമയമല്ലേ, ആ സമയം മുതൽ അറ്റമില്ലാത്ത ഭാവികാലം, അറ്റമില്ലാത്ത ഭാവികാലത്തിനാണ് എന്ത് പറയുക? അബദൻ എന്ന് പറയാം. ഇപ്പോൾ നമ്മളൊരു കാര്യത്ത് പ്രവേശിച്ചു, അതിലേക്കാണ് ചാടിയ, പിന്നെ ഇപ്പം കടലിലട് ചാടിയാൽ എന്താ? നീന്തിയിട്ട് നിങ്ങൾ അക്കരെത്താൻ കഴിയുമോ? ഇല്ല. അറ്റമില്ലാത്ത ആ രൂപത്തിലുള്ള ഭാവിക്കാണ് എന്ത് പറയുക? അബദൻ എന്ന് പറയുന്നത് എന്നാ. ഇനി ഒന്നുകൂടി വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ജസാഉഹും എന്താ അർത്ഥം? അവരുടെ പ്രതിഫലം എന്നാ. അവരുടെ പ്രതിഫലം. ആരുടെ ഹും എന്ന് പറഞ്ഞാൽ ആരാ? വിശ്വാസവും സൽക്കർമ്മങ്ങളും ചെയ്ത, വിശ്വാസത്തോടുകൂടി അല്ലെങ്കിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളുടെ പ്രതിഫലം ഇൻദ റബ്ബിഹിം അവരുടെ രക്ഷിതാവിൻ്റെ അടുക്കലാണെന്നോ? എന്താ അതിൻ്റെ അർത്ഥം? അടുക്കലാണെന്നാ? അല്ല, ചിലപ്പോൾ അങ്ങനെ പറയും നമ്മൾ അല്ലേ, അവരുടെ പ്രതിഫലം രക്ഷിതാവിൻ്റെ അടുക്കലാണ്. അതല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ജസാഉഹും അവരുടെ പ്രതിഫലം. പിന്നെന്തിനാ അതിൻ്റെ ഇടയിൽ പിന്നെ എന്തുകൊണ്ട് വന്നത്? ഇൻദ റബ്ബിഹിം എന്ന് പറഞ്ഞത് അതിനാണ് ഒരല്പം ഭാഷ പഠിക്കണം. ഇഅ്തിറാദിയായ ജുംല എന്ന് പറയും. ഇഅ്തിറാദിയായ ജുംല ഭാഷ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇഅ്തിറാദിയായ ജുംല എന്ന് പറഞ്ഞാൽ അൽ ഇമാം ഷാഫിയു റഹ്മഹുല്ലാ, അൽ ഇമാം ഷാഫി എന്ന് നമ്മൾ പറയില്ലേ. എന്നിട്ട് എന്തിനാ പിന്നെ റഹിമഹുല്ല പറയണത്? ഞാൻ മുഴുവൻ ഇവിടെ ഇതല്ല കേട്ടോ. റഹിമഹുല്ല എന്തിനാ പറയണത്? അൽ ഇമാം ഷാഫി ആരാവട്ടെ, എന്നിട്ട് നമ്മൾ പറയും റഹിമഹുല്ല. ഇമാം ഷാഫി റഹ്മഹുല്ല എന്തുപോയി? പിന്നെ എന്താണ്? ഇമാമുൻ മഷ്ഹൂറുൻ എന്നിപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ എഴുതുക, പ്രശസ്തനായ ഒരു പണ്ഡിതനാണ്, അല്ലെങ്കിൽ ആലിമുൻ മഷ്ഹൂറുൻ എന്ന് നമ്മളിവിടെ എഴുതുമ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ള പ്രശസ്തനായ പണ്ഡിതനാണ് എന്ന് പറയുന്നതിന് എന്ത് മതി? അലിമാം ആലിമുൻ മഷ്ഹൂറും മതി. എന്തിനാ അതിൻ്റെ ഇടയിൽ നമ്മൾ റഹ്മഹുല്ല ചേർത്തത്? എന്തിനാ? ഉദ്ദേശം പ്രാർത്ഥന തന്നെയാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആള് അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഈ ഇമാം ഷാഫിക്ക് ഒരു ബെൽറ്റ് കൊടുക്കുക. എന്തിനാ ബെൽറ്റ് കൊടുക്കണത്? അത്ര ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലേ?
ഇപ്പം ഇമാം എന്ന് പറയുമ്പോൾ റഹ്മഹുല്ല, ഇവിടുത്തെ ഇപ്പം നമ്മൾ ഉദാഹരണം പറയാം. ഇപ്പം അമീർ വരുന്നുണ്ട്. അമീർ ഏത്? ഒരുപാട് അമീറുണ്ട് ഇവിടെ. ഏത് അമീർ? പിന്നെ ഖത്തറിൻ്റെതോ ദുബായിൻ്റെതോ മറ്റ് ഇമാറാത്തിൻ്റെതോ കുവൈത്തിൻ്റെതോ. അപ്പോൾ അമീർ എന്നിട്ട് ഒരു വരടും ദൗലത്തുൽ കുവൈത്ത്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അവിടെയാണ് എന്താ ആ അമീർ എന്നതിൽ നമ്മൾ ഒരു ബെൽറ്റാട് കൊടുക്കുക. ഹഫിളഹുല്ല, അതന്നെ. പിന്നെ ആൾ അൽ മുദീറുൽ ആം ഹഫിളഹുല്ല, അല്ലേ? നായിബ് വസീറു ദൗല ഹഫിളഹുല്ല എന്ന് പറയുന്നതാണ്. എന്തിനാണ്? അള്ളാഹു അദ്ദേഹത്തെ കാക്കട്ടെ. അപ്പോൾ അയാൾക്ക് നമ്മൾ പറയുന്ന ഞാൻ ഒരു ബെൽറ്റ് ഉണ്ടാക്കി കൊടുക്കാവൂ. എന്തിനാണത്? അയാളുടെ പ്രശസ്തിയെ ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട്, അയാൾക്ക് അത്രമാത്രം പ്രശസ്തനാണ് അയാൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അതാണ് ഇഅ്തിറാദിയ ജുംല എന്ന് അറബി പറയും. മലയാളത്തിൽ ആവരണവാക്യം എന്ന് പറയും. മലയാളം പറഞ്ഞാൽ നമുക്ക് തീരെ തിരിയില്ല, മനസ്സിലായില്ലേ? ആവരണവാക്യം എന്ന് പറഞ്ഞാൽ അതിനോട്ട് പൊതിയാണ്. അവിടെ പൊതിയുമ്പോൾ എന്താവും? അയാളുടെ ശക്തി അത് കൂടും, അല്ലേ? അയാളുടെ വെയിറ്റ് കൂടും. ഇങ്ങനെ പറയുന്ന വാക്കിനാണ് എന്ത് പറയാം? ജുംലത്തുൻ ഇഅ്തിറാദിയ എന്ന് അറബി ഭാഷയിൽ പറയുന്നത്. മലയാളത്തിൽ ആവരണവാക്യം എന്ന് പറയുന്നത്. ആവരണവാക്യം എന്തിനു കൊണ്ടുവരുന്നു? അതാണ് ഇപ്പം നമ്മളെ ചിന്ത. എന്തിനാ കൊണ്ടുവരുന്നത്? ആ എന്തൊരു ആവരണവാക്യമാണോ പറയുന്നത് അതിനനുസരിച്ച് അയാളുടെ ഉറപ്പ്, അയാളുടെ ശക്തി, അയാളുടെ പ്രശസ്തി അങ്ങോട്ട് കൂടും. അപ്പം ജസാഉഹും, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ, അവരുടെ പ്രതിഫലം എന്താണ്? അതിനിൻ്റെ തോട്ടങ്ങളാണ്. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു? ഇന്ദ റബ്ബിഹിം. കണ്ടങ്ങൾ എന്തിനാ ഇന്ദ റബ്ബിഹിം എന്ന് പറഞ്ഞത്? രക്ഷിതാവായ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അവരുടെ പ്രതിഫലം എന്ന് പറയുമ്പോൾ ഇത്തരം ആളുകൾക്ക് പ്രതിഫലം ആരാ നൽകുന്നത്? അള്ളാഹു ആണ് നൽകുന്നത്. അവർക്കുള്ള സമ്മാനം, ആ ജസാ ഉള്ളതോടെ അള്ളാഹിൻ്റെ അടുക്കലാണ് എന്ന് പറയുമ്പോൾ അതിനൊരു വെയിറ്റ് ഉണ്ടാവും, അല്ലേ? ഒരു ശക്തി ഉണ്ടാവും. അതിലേക്ക് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കും. അതാണ് ഇഅ്തിറാദിയ ജുംല എന്ന് പറയുന്നത്. അപ്പം ശരിക്ക് ഇനി ഒന്നുകൂടി ഭാഷ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ജസാഉഹും, നിങ്ങളെ മുഹമ്മദുൻ താലിബുൻ, അല്ലേ? മുഹമ്മദ് എന്താണ്? ഒരു സ്റ്റുഡൻ്റാണ്, ഒരു വിദ്യാർത്ഥിയാണ്. മുഹമ്മദുൻ താലിബുൻ. ഇതിന് ഗ്രാമറിൽ നിങ്ങൾ എന്താ പറയുക? മുഹമ്മദ് എന്നുള്ളതിന് സബ്ജക്റ്റ്, അല്ലേ? താലിബ് എന്നുള്ളതിനോ ഒരാൾ എന്താണ് എന്ന് പറയുമ്പോൾ അതിനെന്താ പറയുക നിങ്ങൾ? പ്രെഡിക്കേറ്റ്, അല്ലേ? സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ്. അതാണ് അത് മനസ്സിലാവേണ്ട നിങ്ങൾക്ക്. മലയാളത്തിൽ പറഞ്ഞാൽ അത്രയും തിരിയില്ല. ആഖ്യാതം എന്നാണ് ഇതിന് പറയാം. ഇതിന് പറയാം ഇതിന് പറയാം ആഖ്യാതം എന്നാണ്. ലോകത്തുള്ള ഏത് സെൻറ്റൻസ് പറയുമ്പോഴും, ഏത് ഭാഷയിൽ സംസാരിക്കുമ്പോഴും അതിന് രണ്ട് ഭാഗം ഉണ്ടാവും പ്രധാനമായിട്ട്. ഒന്ന് ആഖ്യ, രണ്ട് ആഖ്യാതം. അഥവാ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ്, മറ്റേനെ പറയാം പ്രെഡിക്കേറ്റ്. മലയാളത്തിൽ എന്താ പറയുക? മലയാളത്തിലാണ് ആഖ്യാതം. മറ്റു ഭാഷയിൽ എന്താ പറയുക? നിങ്ങൾ എന്തോ ഒരു പേരുണ്ട്, കിട്ടുന്നില്ല. അപ്പോൾ തൽക്കാലം മതി. സബ്ജക്റ്റ് അറബിയിൽ മുബ്തദ് ഖബർ എന്ന് പറയും. ഇതിനാണ് എന്ത് പറയാ? മുബ്തദ്. ഇതിന് പറയാം ഖബർ എന്നാ പറയാം. അപ്പോൾ അറബി ഭാഷയിലെ മുബ്തദ്, ഇതിന് ഖബർ എന്ന് പറയും, അല്ലേ? അപ്പോൾ ഏതൊരു സെൻറ്റൻസ് പൂർത്തിയാവണമെങ്കിലും അതിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് ആഖ്യ ഉണ്ടായിരിക്കണം, ആഖ്യാതം ഉണ്ടായിരിക്കണം. സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, പ്രെഡിക്കേറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പം നിങ്ങൾ മുഹമ്മദിൻ, നീ ഞങ്ങളോട് പറഞ്ഞു എന്ത്? നിങ്ങൾക്കൊരു ആശയം പൂർത്തിയായോ? മുഹമ്മദിൻ പൂർത്തിയായോ? ഇല്ല. മുഹമ്മദ് ആരാണ്, എന്താണ് എന്ന് പറയണ്ടേ? മുഹമ്മദ് താലിബുൻ, മുഹമ്മദുൻ മുജ്തഹിദുൻ, മുഹമ്മദുൻ എന്താണ്? വസീറുൻ, മുഹമ്മദുൻ ത്വബീബുൻ, മുഹമ്മദുൻ മുഹന്ദിസുൻ, എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, മുഅല്ലിമാണ്. ഇങ്ങനെ പറയുമ്പോഴല്ലേ നമുക്ക് ആശയം കിട്ടുള്ളൂ. അങ്ങനെ ഒരു ആശയം പൂർത്തിയാവണമെങ്കിൽ അതിന് രണ്ട് അറ്റം ഉണ്ടാവും. ഒന്ന് മുബ്തദ, മറ്റേ അറ്റം ഖബർ. ആഖ്യാതം, അല്ലേ? സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ്.
ഇതേപോലെ നിങ്ങൾ ഖുർആനിലേക്ക് വരി, ജസാഉഹും, അവരുടെ പ്രതിഫലം. എന്താ അവിടെ പൂർത്തിയായോ? അത് മുബ്തദായിട്ടുള്ളൂ, ആക്കിയായിട്ടുള്ളൂ അല്ലേ? ഞാൻ എന്ത് വേണം? ആഖ്യാതം വേണം. അതേതാ? എന്താ റബ്ബിഹിന്നാണോ? അല്ല. അതിനാപ്പം ഞാൻ ഇപ്പം ഇത് പഠിപ്പിച്ചത്. അപ്പം നിങ്ങൾ എന്ത് പറയാൻ പാടില്ല? ജസാഉഹും ഇൻദ റബ്ബിഹിം, അവരുടെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കലാണ് എന്ന് പറഞ്ഞാൽ ആഖ്യാതമായി. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. മറിച്ചെന്താണ്? ജസാഉഹും, അവരുടെ പ്രതിഫലം. എന്നിട്ടൊരു ഹൈഫൺ ഉണ്ട്, ഇൻദ റബ്ബിഹിം, വീണ്ടും ഒരു ഹൈഫൺ ഉണ്ട്. എന്നിട്ടാണ് അതിൻ്റെ ആഖ്യാതം പറയുന്നത്. എന്താ? ജന്നാത്തു അദീനിൻ. മനസ്സിലായി നിങ്ങൾക്ക് അതിൻ്റെ സൂത്രം? അൽ ഇമാമു ഷാഫി, പിന്നെ ഒരു ഹൈഫൺ, റഹിമഹുല്ല, ഹൈഫൺ ആലിമുൻ കബീറുൻ എന്ന് പറയും പോലെ ആണിത്. ജസാഉഹും, അവരുടെ പ്രതിഫലം. അതെന്താണ്? മുബ്തദയാണ്, ആക്കിയാണ്. ആ സെൻറ്റൻസിൽ ആക്കിയാണ്, സബ്ജക്റ്റാണ്. അതിൻ്റെ പ്രെഡിക്കേറ്റ് ഇവിടെ വരുന്നത് ജന്നാത്തു അദിനിൻ. മനസ്സിലായ നിങ്ങൾക്ക്? അദിനിൻ്റെ തോട്ടമാണ്. അപ്പം അവരുടെ പ്രതിഫലം അദിനിൻ്റെ തോട്ടമാണ്. മനസ്സിലായില്ലേ? അവിടെയാണ് ആ സെൻറ്റൻസ് പൂർത്തിയാണ്. ഇനി അതിനെപ്പറ്റി വിവരിക്കുക, ആ തോട്ടത്തെ പറ്റി വിവരിക്കുക. തെജിരി, ഒഴുകുന്നു. മിൻ തഹ്തിഹ, ആ തോട്ടത്തിൻ്റെ തായ് ഭാഗങ്ങളിലൂടെ ഒഴുകുന്നു. എന്ത്? അൽ അൻഹാർ, ഒരരുവിയാണോ? അല്ല, അരുവികൾ ഒഴുകുന്നു. ഖാലിദീന ഫീഹ, ആ തോട്ടത്തിൽ അവർ നിത്യവാസികളായ നിലയിൽ. അബദ, എന്നുമെന്നും, അറ്റല്ലാത്ത രൂപത്തിൽ നടത്തും. റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇനി അദിൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അദിൻ പറഞ്ഞാൽ എന്താ? അതിന് എന്ന് പറയുന്നത് മുഫസ്സിറുകൾ അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്, പിന്നെ അതിലൊരു ഇക്കാമത്ത് ഉണ്ടാവും, ഒരു താമസം ഉണ്ടാവും. നമ്മളിപ്പോൾ ഇവിടെ ഇക്കാമടിക്കാന്നറിയില്ലേ അല്ലേ? നമ്മൾക്കൊക്കെ ഇവിടെ ഇക്കാമുണ്ട്. അപ്പോൾ ഒരു താമസം അതിലുണ്ടാവും. രണ്ട്, ആ നമ്മളിപ്പോൾ ഇവിടെ താമസിക്കുകയാണെങ്കിലും താൽക്കാലികമാണ്. മനസ്സിലായില്ലേ? താൽക്കാലികമാണ്, പെർമനൻ്റ് അല്ല. അപ്പോൾ ഇസ്തിഖ്റാറും വേണം, അപ്പോഴേ അതിനാവുള്ളൂ. അപ്പോൾ ഇക്കാമയും വേണം, ഇസ്തിഖ്റാറും, ആ സ്ഥിരത, പെർമനൻറ്റും ആ അവസ്ഥയും വേണം. പിന്നെന്തൊക്കെ വേണം? പിന്നെ അങ്ങേയറ്റത്തെ ഗുണം, നന്മയും വേണം. ഇപ്പം ചില സ്ഥലത്ത് നമുക്ക് താമസിക്കാനൊരു ഇഷ്ടം ഉണ്ടാവുമോ? പ്രയാസം. നമുക്കവിടെ ഇക്കാമയൊക്കെ ഉണ്ട്, അവിടെ നമുക്ക് എന്നും താമസിക്കാം. പക്ഷേ നമുക്ക് എന്തില്ല, അന്തരീക്ഷം പറ്റാതായി പോകും. ചില സ്ഥലങ്ങൾ അങ്ങനെ ഉണ്ടാവില്ലേ? എന്നാൽ അതുമില്ല, അങ്ങനെ ഒരു അന്തരീക്ഷം പറ്റാത്ത അവസ്ഥയില്ല. മനസ്സിലായ നിങ്ങൾക്ക്? ഇതിനൊക്കെ പാടെയാണ് എന്തിനു പറയുന്നത്? അതിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ഉണ്ടായിൽ? അവിടെ ഇക്കാമുണ്ട്, അവിടെ ഇസ്തിഖ്റാറുണ്ട്. നമുക്ക് ഏറ്റവും നല്ല മോഡിയിൽ, നാം ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ആ മോഡിയിൽ, ആ രൂപത്തിൽ താമസിക്കാൻ പറ്റുന്ന ഇക്കാമയും ഇസ്തിഖ്റാറും ഉള്ള സ്ഥലമാണ് ഏത്? അദിൻ. ഏദൻ തോട്ടം എന്നൊക്കെ ബൈബിളിലുണ്ടാവും അല്ലേ? ഏദൻ തോട്ടം, അതാണ് അദിൻ. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പച്ച മലയാളത്തിൽ ഇക്കാമ വേണം, ഇസ്തിഖ്റാർ വേണം, സ്ഥിരത വേണം, പിന്നെ എന്തില്ല, താമസിക്കാൻ പറ്റിയ ആ ഒരു അന്തരീക്ഷവും വേണം. അങ്ങനെയുള്ള അതിനിൻ്റെ തോട്ടത്തിൽ അള്ളാഹു, ആ തോട്ടമാണ് അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുക. പിന്നെ ചിലപ്പോൾ ഒക്കെ ഉണ്ട്, ഇസ്തിഖ്റാറുണ്ട്, നല്ല അന്തരീക്ഷമാണ്, പിന്നെന്തുണ്ട്, ഇക്കാമൊക്കെ ഉണ്ട്. പക്ഷേ എന്തുണ്ട്, ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിലോ അതിന് അതെന്ന് പറയില്ല എന്നാ. അവിടെ ഇപ്പം ചില സ്ഥലങ്ങൾ നമുക്ക് അങ്ങനെ അസ്വസ്ഥത ഉണ്ടാവില്ലേ അല്ലേ? അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇറങ്ങിപ്പോകേണ്ടി വരും. അങ്ങനെയുള്ള സ്ഥലം ഉണ്ടാവില്ലേ? നല്ല അന്തരീക്ഷ, നല്ല ജീവിക്കാൻ പറ്റിയ അന്തരീക്ഷ, പ്രശ്നം ഉണ്ടായാൽ എന്ത് ചെയ്യേണ്ടി വരും? ഇറങ്ങിപ്പോകേണ്ടി വരും. അങ്ങനെയുള്ള സ്ഥലത്തിന് എന്ത് പറയില്ല? അതിൻ. അപ്പം അള്ളാഹുവിൻ്റെ അതിനാകുന്ന ആ സ്വർഗം ഒരാളോട് നിങ്ങളോട് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയില്ല. നിങ്ങൾക്ക് കുറേ കഴിയുമ്പോൾ ഒരു മടുപ്പും അസ്വസ്ഥതയും വരില്ല. പിന്നെ സ്ഥിരം നിങ്ങൾക്ക് എന്തുണ്ട്? അവിടെ ഇക്കാമുണ്ട്,
പിന്നെ അവിടെ ആ സ്ഥിരത ഉണ്ട്, താമസിക്കാൻ നല്ല മൊഞ്ചുള്ള, നല്ല അഴകുള്ള, നല്ല അന്തരീക്ഷവുമുണ്ട്. അത്തരം ഒരു സ്ഥലത്തിനാണ് എന്ത് പറയുക, അതിൻ എന്ന ആ പദപ്രയോഗത്തിൽ അകത്തളത്തിലുള്ളത്. അപ്പം ജന്നാത്തു അതിൻ, ഏതൻ തോട്ടം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താ ഏതൻ നമുക്കറിയില്ല അല്ലേ, സ്വർഗത്തിൻ്റെ പേരാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിച്ചില്ലാവും. ഈ അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതിനാവുന്നത് എന്ന് തൽക്കാലം മനസ്സിലാക്കുക. അപ്പം ഇനി പറയാം ജന്നാത്ത്. ജന്നാത്ത് എന്നാ, ജന്നത്ത് പറഞ്ഞാൽ എന്താ, തോട്ടം. അതിലൊരു സൂത്രമുണ്ട്. നമ്മളിപ്പോൾ പഠിക്കണമൊക്കെ ഭാഷയാണ് കേട്ടോ. ഭാഷാ തഫ്സീറാണ് ഇപ്പം നമ്മൾ പഠിക്കണമൊക്കെ. ആദ്യം മനസ്സിലാക്കണേ, ജന്നത്ത് പറഞ്ഞാൽ എന്താ, ജന്നത്ത് തോട്ടം. എന്ത് തോട്ടാണ് ഭാഷയിൽ, എന്ത് തോട്ടത്തിനാ ജന്നത്ത് പറഞ്ഞത്? ബുസ്താൻ പറഞ്ഞ തോട്ടാണ്. ഹദീക്ക ഇവിടെ പറയണ എന്താ, ഹദീക്കെ പോവാന്നാ, തോട്ടാണ് അല്ലേ, പൂന്തോട്ടാണ് ബുസ്താന്. എന്നാൽ ജന്നത്ത് എന്നാ ഖുർആൻ ഒപ്പിച്ച്. എന്താ അതിൻ്റെ സൂത്രം? ഖുർആനിലെ ഹദായിക്ക ഉണ്ട് അല്ലേ. ജന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ മുറ്റി വളർന്നു നിൽക്കുന്ന തോട്ടം. എല്ലാ സാധനങ്ങളും ഇങ്ങനെ മുറ്റി വളർന്നു നിൽക്കുന്ന തോട്ടം. എന്തിനാ അള്ളാഹു അങ്ങനെ ആ പേര് കൊടുത്തത്? അതിൻ്റെ ഒരു ടെക്നിക്ക് ഉണ്ടായില്ല. എന്താ മുറ്റി വളർന്നു നിൽക്കുമ്പോൾ എന്താ, ഞാനിപ്പോൾ ഇയാളെ തോട്ടത്ത് പോയിട്ട് അവിടുന്ന് ഇയാളെ തോട്ടത്തേക്ക് നോക്കാൻ കാരണം എന്താ, ഇയാളുടെ തോട്ടത്തിലില്ലാത്ത എന്തോ ഒരു പൂവ് ആ തോട്ടത്തിലുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ദുനിയാവിലൂടെ ഇങ്ങനെ ഈ ദുനിയാവിൽ നിന്നിങ്ങനെ നടന്നു പോകുമ്പം ഞാൻ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, അവിടേക്ക് നോക്കും, ഇവിടേക്ക് നോക്കും, എല്ലായിടത്തേക്കും നോക്കും അല്ലേ. നമുക്ക് നോക്കാൻ പാടില്ലാത്ത ഒരാളയിലൂടെ നടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെയും നോക്കും ഞാൻ. കാരണം എന്താ, എൻ്റെ മനസ്സ് അങ്ങോട്ട് കുതിക്കും അല്ലേ. ഞാൻ ഇതുവരെ കാണാത്തൊരു കാഴ്ച കാണുമ്പോൾ അതിലേക്ക് നോക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ സ്വർഗമാകുന്ന ആ തോട്ടം, ആ തോട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റൊരിടത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ആ സാധനമൊക്കെ അവിടെ ഇങ്ങനെ മുറ്റി വളർന്നു നിൽക്കുന്നുണ്ടാവുന്ന. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കണത്, കൊതിക്കണത്, അതൊക്കെ ആ തോട്ടത്തിൽ ഇങ്ങനെ മുറ്റി. പിന്നെ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യം ഉണ്ടാവും. ഞാൻ ഇയാളെ തോട്ടത്തിൽ നോക്കണ എന്താ, എൻ്റെ അടുത്ത് ഇല്ലാണ്ടാ, എൻ്റെ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നോക്കൂലേ. അവിടുന്ന് പോയിട്ട് ഇയാളത്തേക്ക് നോക്കണ എന്തിനാ, അതും ഇയാളെടുത്തും എൻ്റെ അടുത്തും ഇല്ലാണ്ടാ. എന്നാൽ അള്ളാഹുവിൻ്റെ സ്വർഗം, ആ ജന്നത്ത് എന്ന് പറയുമ്പോൾ മറ്റൊരിടത്തേക്ക് അയാളുടെ കണ്ണ് അല്ലെങ്കിൽ അയാളുടെ കൈകാലുകൾ, അയാളുടെ മനസ്സ് മറ്റിടത്തേക്ക് പോവില്ല. അയാൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്തതൊക്കെ അവിടെ മുറ്റി വളർന്ന് അയാളുടെ ചുറ്റും തന്നെ ഉണ്ടാവും. അങ്ങനെ മുറ്റി വളർന്ന തോട്ടത്തിനാണ് എന്ത് പറയാ, ജന്നത്ത്. ഭാഷയാണ് കേട്ടോ, അതൊക്കെ ഭാഷാ പ്രയോഗങ്ങളാണ് അല്ലേ. ആലോചിക്കുക, അതാണ് ജന്നത്ത്. അപ്പം അതിൻ്റെയൊക്കെ ആ ടെക്നിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക്. വെറുതെ അള്ളാഹു ജന്നത്ത് എന്ന് ഉപയോഗിച്ചതല്ല, അതിൻ്റെ ബഹുവചനാണ് ഇത്, ജന്നാത്ത് അല്ലേ. അപ്പോൾ ഒരു തോട്ടാണോ? അല്ല, ജന്നാത്ത്. ജന്നാത്തു അദിനിൻ, നിത്യവാസത്തിൻ്റെ തോട്ടങ്ങൾ. നമ്മളെ തോട്ടമൊക്കെ കുറേ കഴിയുമ്പോൾ എന്തുണ്ടാവും, പിന്നെ ഉണങ്ങി ആകെ വീക്കായി അവസാനമൊക്കെ മറിഞ്ഞു വീണ് ആ തോട്ടം ഇനിയൊന്നും അറിയാത്ത രൂപത്തിലൊക്കെ ആവും. എന്നാൽ ജന്നാത്തു അദിനിൻ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമോ? അത് സ്ഥിരവാസത്തിൻ്റെതാണ്. അവിടെ സ്ഥിരത ഉണ്ടാവും, അത് നശിച്ചു പോകുന്ന ഒരു സംഗതിയേ അല്ല. അപ്പോൾ ആ പേരാണ് ആര് കൊടുത്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ ആളുകൾക്കുള്ള സമ്മാനമായി, പ്രതിഫലമായി അള്ളാഹു തആല നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ പറയുന്നത് എന്താ, ജന്നാത്തു അദിനിൻ തജ്രി. എന്തിനാ വീണ്ടും പറഞ്ഞത്? മനുഷ്യൻ ദുനിയാവിൽ ചിന്തിക്കുമ്പോൾ ആദ്യം മനുഷ്യൻ ജനവാസം ഉണ്ടാവാൻ വേണ്ടി ആദ്യം ചിന്തിക്കുക എന്താ? ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് പോയി വീടുണ്ടാക്കുക, നിങ്ങൾ ആദ്യം ചിന്തിക്കുക എന്താ? വെള്ളം ഉണ്ടോ നോക്കും ഇല്ലേ. അത് മനുഷ്യനുമായിട്ട് അങ്ങേയറ്റത്തെ ഇണങ്ങി ഒരു സാധനമാണ് വെള്ളം. ദുനിയാവിൽ പ്രത്യേകിച്ചും ജീവിക്കണമെങ്കിൽ എന്ത് വേണം? എന്ത് കൊശിണ്ടായിട്ടും കാര്യം, വെള്ളം അല്ലെങ്കിൽ കഴിഞ്ഞില്ലേ അല്ലേ. അപ്പം അള്ളാഹ് മനുഷ്യനോട് പറയണം എന്ത്? തജ്രി, നിങ്ങൾക്ക് തരാൻ പോകുന്ന ആ പ്രതിഫലമാകുന്ന ആ സ്വർഗത്തിൻ്റെ തായ് ഭാഗത്തിലൂടെ തജ്രി, എന്ത്? ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. നിൽക്കണുണ്ടോ? എങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം എന്ന അർത്ഥം വരുന്നത്? അവിടെ ഒരു സൂത്രമുണ്ട്. എന്താ സൂത്രം? എന്താണ്?
ജറ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ഒഴുകി, നടന്നു അല്ലേ? യജിരി എന്ന് പറഞ്ഞാലോ നടക്കുന്നു. നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ അതിൻ്റെ ഗ്രാമർ ഉണ്ടാക്കിയപ്പോൾ ആ ഓരോ ടെൻസിനെയും 4 ഭാഗമാക്കി വിഭജിക്കുന്നുണ്ട്. ഒക്കെ അറിയില്ല നിങ്ങൾക്ക്? ഒക്കെ നിങ്ങൾ പഠിച്ചു വന്നിട്ടുണ്ടാവും അല്ലേ? ഇനിയിപ്പോൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ യജിരി എന്നുള്ള പ്രസൻ്റ് ആണല്ലോ, ഒഴുകുന്നു. ആ പ്രസൻറ്റ് ടെൻസിൻ്റെ 4 ഭാഗമുണ്ട്. 4 ഭാഗമുണ്ട്. ഏതാ 4 ഭാഗം? സിമ്പിൾ പ്രസൻറ്റ് ഒഴുകുന്നു അല്ലേ? പിന്നെ സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലേ? ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പെർഫെക്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഒഴുകുന്നുണ്ട്. പിന്നെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് സിമ്പിൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ? അപ്പം 4 സെൻറ്റൻസ് ഉണ്ട്. 1 ഈസ് വെച്ചിട്ടുള്ളത്, 2 പിന്നെ അതിലെന്തുണ്ടാവും? ING ഫോം ഉണ്ടാവും, IS പ്ലസ് ഈസ് പ്ലസ് ING ഫോം ഉണ്ടാവും. 3-മത്തേൽ എന്തുണ്ടാവും? ഹാഡ്, ഹാസ്, ഹാവ് അങ്ങനത്തെ പ്രയോഗങ്ങളുണ്ടാവും. 4-മത്തേൽ എന്തുണ്ടാവും? ഹാസ്, ഹാവ്, ഹാഡ് പ്ലസ് എന്തുണ്ടാവും? ഈ ING ഫോം ഉണ്ടാവും അല്ലേ? അങ്ങനെ 4 എന്തിനാപ്പം ഞാൻ പറഞ്ഞതെന്ന് അറിയങ്ങൾ, വിശുദ്ധ ഖുർആൻ പിന്നെ അറബി ഭാഷയിൽ ഈ 4 അർത്ഥവും ഈ പദത്തിനുണ്ട്. ഇതിന് വേറൊന്നും ചേർക്കേണ്ടിയില്ല. ജറ എന്ന് പറഞ്ഞാൽ ഒഴുകി, യജിരി ഒഴുകുന്നു, ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കണ്ടോ? ആ 4 ഫോമും ഏതിലുണ്ട്? യജിരി തെജിരി എന്ന ആ ഫോമിലുണ്ട് എന്നാ. അപ്പം അള്ളാന്റെ ഖുർആൻ നോക്കി നിങ്ങൾ, ജന്നാത്തു അദിനിൻ തെജിരി, അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ? എന്തിനാ ഉണ്ട് കാരണം? ഉറപ്പാണ്, കണ്ടിന്യൂസ് അതിലുണ്ട് അല്ലേ? അപ്പം നിലക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടത്. അതാണ് തെജിരി എന്ന് പറയുമ്പോൾ ആ പദപ്രയോഗത്തിലുള്ളത്. അടുത്തത് മിൻ തഹ്തിഹ, എവിടെ ഒഴുകണത്? ആ സ്വർഗത്തിൻ്റെ തായ് ഭാഗത്തിലൂടെ അല്ലേ? തഹത്ത് ഫൗക്ക് നമുക്കറിയാം അല്ലേ? തായ് ഭാഗത്തിലൂടെ എന്താ ഒഴുകണത്? വെള്ളം ഒഴുകുന്നു എന്നല്ല പറഞ്ഞത്, അൻഹാർ, വെള്ളങ്ങളുടെ കൂട്ടം. അതാണല്ലോ നദി അല്ലേ? ആറ് എന്നൊക്കെ പറയുന്നത് ഒരിത്തിരി വെള്ളാണോ? അല്ല, ഒരു നദിയല്ല, ഒരുപാട് അരുവികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങളൊന്ന് ഭാവനയെ കണ്ടെന്ന് നോക്കി. ആർക്കാണ് ഈ പ്രതിഫലം അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആ ആളുകൾ, അവരാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉലായിക്കഹും ഖൈറുൽ ബരിയ, ഏറ്റവും ഉത്തമമാരായ ആളുകൾ. ആ ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചത് അതാണ്. പിന്നെ പറയുന്നത് എന്താ? ഖാലിദീന ഫീഹ. ഇനി നമുക്കുണ്ടാവും ഒരു പേടി. ഇപ്പം നമ്മളിപ്പം എവിടെയെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട യൂറോപ്പിലോ എവിടെയെങ്കിലും പോയിട്ട് നമുക്കൊരു ജോലി കിട്ടി, നല്ല താമസം കിട്ടി. സപ്പോസ് അവിടെയും നല്ല സാലറി ഇല്ല, നല്ല താമസം അല്ലേ, നല്ല അപ്പാർട്ട്മെൻ്റ് ഒക്കെ കിട്ടി നിങ്ങൾ സങ്കല്പിക്കുക. എന്നാലും നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടാവും? ഒരു പേടി ഉണ്ടാവും. എന്താണ് ആ പേടി? അത് നഷ്ടപ്പെടും. ഇവിടെ ഇപ്പം കുറച്ചല്ലേ, ഇനിയിപ്പം 10-60 വയസ്സാവാനായി, ഇനിയിപ്പോൾ 2 കൊല്ലൂടെയല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? അവിടെ ഒരു പേടി ഇങ്ങനെ വരും അല്ലേ? അല്ലെങ്കിൽ ഒരു മാൻ പവറുള്ള ആ സമയത്തേ വരുന്ന ജോലിക്കെടുക്കുള്ളൂ. ഏകദേശം 50 ആയാൽ തള്ളും അല്ലേ? 50 ആയാൽ തള്ളൽ തുടങ്ങും. അപ്പം എല്ലാ സൗകര്യം, ഏറ്റവും വലിയ ജോലിയും ഒക്കെ കിട്ടിയിട്ടും കാര്യമില്ല. ഒരു പേടി, ഉൾപ്പേടി. എന്താ ആ ഉൾപ്പേടി? എന്താണ്? നിത്യവാസം ഇവിടെ ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്നാ സ്വർഗത്തെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഖാലിദീന ഫീഹ, ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളായിരിക്കും. യാതൊരു പേടിയും വേണ്ട. ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോന്നോ അല്ലെങ്കിൽ ഒരു സമാധാനമില്ലായ്മയോ ഒന്നും അവിടെ ഉണ്ടാവില്ല. അപ്പം അതാണ് ഖാലിദീന ഫിഹ. ഇങ്ങനെ ഒരു ലോകം ദുനിയാവിൽ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമോ? എത്ര വലിയ ആളാണെങ്കിലും ഉണ്ടാക്കാൻ കഴിയില്ല അല്ലേ? എത്ര വലിയ സമ്പന്നനായാലും, ഏതൊരു 4-5 രാജ്യത്തിൻ്റെ ഭരണാധികാരിയായാലും ആർക്കും സാധ്യമല്ല നിത്യവാസം എന്ന് പറയുന്നത്. ആർക്കേ സാധിക്കൂ? റബ്ബിന് മാത്രം സാധിക്കുള്ളൂ. അതെവിടെ ഉണ്ടാവുള്ളൂ? ആ സ്വർഗലോകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അതാണ് ഖാലിദീന ഫീഹ. പിന്നെ നിങ്ങൾക്ക്
നിത്യവാസം എന്നൊക്കെ പറയുമ്പോൾ 90 100 കൊല്ലം കഴിഞ്ഞാൽ പോവൂലേ അല്ലേ? അല്ലെങ്കിൽ 120 കായ് ഇങ്ങനെ കയ്യും കാലും നീട്ടി ഇങ്ങനെ ഇരിക്കാനാവുമ്പോൾ പോവൂലേ? ഇല്ല, ആവും പേടിക്കണം നിങ്ങൾ. അബദ്ധ. അങ്ങനെ ഒരു പേടിയേ നിങ്ങൾക്ക് വേണ്ട. ആലോചിച്ചു നിങ്ങൾ ഖുർആനിൻ്റെ ശൈലി. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ. അല്ലേ? ഭാവിയിൽ അത് പോണ പേടിയില്ല. ഇനി പറയാം റളിയല്ലാഹു അൻഹും. എന്താണ് റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു പറഞ്ഞാൽ എന്താ? അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു പറഞ്ഞാൽ എന്താ? എന്തോന്ന് പറഞ്ഞല്ലോ നിങ്ങൾ? അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. അള്ളാഹു ഈ സത്യവിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചിരിക്കും. അല്ലേ? ഒരു ജനറൽ മാനേജർ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഓണർ അയാളെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ? അയാളെ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ എന്താ? അയാളുടെ പ്രവർത്തനം സ്തുത്യർഹമാണ്, നമുക്ക് അംഗീകരിക്കാൻ പറ്റും, അയാളെ വിടാൻ പറ്റൂല. അല്ലേ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രവർത്തനത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് റളിയല്ലാഹു അൻഹു. ഇനി വറളു അൻഹു അറിയണ എന്താ? അവർ മനുഷ്യന്മാർ അല്ലേ? ഈ വിശ്വാസികളായ സൽക്കർമ്മം ചെയ്ത അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമ ദാസന്മാരായ ആ മനുഷ്യന്മാർ അവർ അള്ളാഹുവിനും തൃപ്തിപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ എന്താ? അതിലെന്താ ഉള്ളത്? അള്ളാഹു നൽകിയ ഈ സാലറി. ഏതാണ് ഈ സാലറി? സ്വർഗം. അല്ലേ? ആ സ്വർഗം എന്ന ആ കറാമത്തിൽ ആരും തൃപ്തരാണ്? ആ അമൽ സാലിയാത്തും വിശ്വാസവുമുള്ള ആളുകളും തൃപ്തരാണ്. അപ്പോൾ റളിയല്ലാഹു അൻഹു അൻഹും വറളു അൻഹു. അല്ലേ? ആലോചിച്ച് നിങ്ങൾ. ഒന്ന്, അവരുടെ പ്രവർത്തനം അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. 2, അള്ളാഹു ആ പ്രവർത്തനത്തിന് പ്രതിഫലമായി നൽകിയിട്ടുള്ള ആ സ്വർഗത്തിൽ അവർ സംതൃപ്തരാണ്. അതാണ് റളിയല്ലാഹു അൻഹും വറളു അൻഹു. രണ്ടും 2 രൂപത്തിലുള്ള തൃപ്തിയാ. മനസ്സിലാണല്ലേ? അതാണ് അതിലുള്ള ഒരു സൂത്രം. പിന്നെ പറയാ എന്താ? പിന്നെ അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ മറ്റൊരു സൂത്രമുണ്ട്. ഇപ്പോൾ നിങ്ങളെൻ്റെ തൊഴിലാളി തന്നെയാണ് അല്ലേ? എനിക്ക് ഞാൻ ശമ്പളമൊക്കെ തന്നു. പക്ഷേ നിങ്ങൾ വിചാരിച്ച അത്ര ശമ്പളം ഇല്ലെങ്കിൽ തൃപ്തി തന്നെയാണ്. പക്ഷേ അത്ര ഇല്ലെങ്കിലോ പൂർണ്ണമായി നിങ്ങൾ ഹാപ്പിയാണോ? അല്ല. എന്നാൽ അങ്ങനത്തേന് റളു അൻഹു എന്ന് പറയില്ല. എന്നാ പൂർണ്ണമായിട്ട് ആഹ്ലാദത്തിൻ്റെ സന്തോഷത്തിൻ്റെ അങ്ങേയറ്റം ആ രൂപത്തിൽ അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നതാണ് റളു അൻഹു എന്ന് പറഞ്ഞതിലുള്ള മറ്റൊരു സൂത്രം എന്നതാണ് പണ്ഡിതന്മാർ വിവരിക്കുന്നത്. അപ്പം ഇനി മറ്റൊന്ന് ഇതിൽ ചിലയിടത്ത് കാണാം. ഇവിടെ റളിയ ഭാഷയായിട്ടോ വിവരിക്കണമൊക്കെ. റളിയ അൻ എന്നാണല്ലോ. തൃപ്തിപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ചിലപ്പം റളിയ ബി എന്ന് കാണാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. രാവിലെയും വൈകുന്നേരമൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ അദ്കാർ സബായിൽ ആ പ്രാർത്ഥനയിൽ എന്തുണ്ട്? റളീതു ബില്ലാഹി റബ്ബൻ. അവിടെ റളി അതേ പദം തന്നെ, പക്ഷെ അവിടെ കൊണ്ടുവന്ന പ്രിപ്പോസിഷൻ ബി. ഇവിടെ കൊണ്ടുവന്ന പ്രിപ്പോസിഷൻ അൻ. രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ബി കൊണ്ടുവന്നാൽ എന്താണ്? അവിടെ അള്ളാഹുവിനെ റളീതു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ ഞാൻ റബ്ബായി ഇഷ്ടപ്പെട്ടിരിക്കും. എൻ്റെ രക്ഷിതാവ് അള്ളാഹുവാണ്, എന്നെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, എന്നെ പോറ്റി വളർത്തുന്നത് അള്ളാഹുവാണ് എന്ന ആ റബ്ബിലുള്ള ആ തൃപ്തിയാണ് എന്ത്? റളിയ ബി എന്ന് പറയുമ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. ഇവിടെ ഉപയോഗിച്ചതോ റളിയ അൻ. രണ്ടും വ്യത്യാസമുണ്ട് എന്ന് പറയാനാണ്. പിന്നെ ഇനി എന്തായാലും ഉള്ളത് ഭാഷയിൽ ദാലിക്ക. ഈ പറഞ്ഞതൊക്കെ പറഞ്ഞത് ഇപ്പം എന്തൊക്കെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ പ്രതിഫലം അതിനിൻ്റെ തോട്ടമാണ്. അതിൻ്റെ തായ്ഭാഗത്തിലൂടെ ആറുകൾ, അരുവികൾ, ആരാമങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. പിന്നെന്താ പറഞ്ഞത്? പിന്നെന്തോന്നും പറഞ്ഞില്ലേ?
ഖാലിദീന ഫീഹ അബദ, അവരവർ നിത്യവാസികളാണെന്നൊക്കെ പറയില്ലേ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കുള്ളതാണ്? ലിമൻ, ഒരു വിഭാഗം ആളുകൾക്കുള്ളതാണ്. ആ വിഭാഗത്തിൻ്റെ പ്രത്യേകത ഖശിയ, ഭയപ്പെട്ട് ജീവിച്ചിരിക്കുന്നു അല്ലേ? ആരെ? റബ്ബഹു, റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുക. എന്താ ഈ അള്ളാനെ ഭയപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നത്? അള്ളാനെ ഇങ്ങനെ പേടിച്ച് ജീവിക്കാനാണ് പറയുന്നത്? അല്ല, അത് തെറ്റാണ്. നമ്മളെ മലയാളത്തിൽ പറയുമ്പോഴുള്ള തകരാറാണ്. അള്ളാ എന്ന് പറഞ്ഞ ഒരു കൊത്താമ്പി പോലെ ഇങ്ങനെ കാണാനാ അല്ലേ? മോനെ കൊത്താമ്പി എന്നുണ്ട്, വാതിൽ ഓർക്കണ്ടെന്ന് കുട്ടികളോട് ഉമ്മ പറയും. ആ കൊത്താമ്പി അല്ല, ആ പേടിയല്ല. ആ പേടിക്ക് എന്ത് പറയൂല? ഖശിയ എന്ന് പറയൂല എന്നാ. മറിച്ച് ആദരവോടെ ബഹുമാനത്തോടെ ഉണ്ടാകുന്ന ആ ഒരു ബഹുമാനത്തിൻ്റെ ആ ഗൗരവത്തിൻ്റെ ഒരു ഭയം ഉണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചിലപ്പം നമ്മൾ പിതാക്കന്മാർ, നമ്മുടെ വാപ്പമാരെ കുട്ടികൾ ചിലപ്പോൾ രക്ഷിതാക്കളെ പേടിക്കും. ഇങ്ങനെ വയസ്സായ വയ്യും കുത്തി പോണ വാപ്പ എന്തെങ്കിലും പറഞ്ഞാൽ കുട്ടികൾ ആദരവോടെ കേൾക്കും. എന്താ കാരണം? ഈ വാപ്പ ഈ വടികൊണ്ടെന്ന് അടിയിട്ടുന്നോ എന്തേലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാ? അല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അത് സ്വീകരിക്കണത്? ആ ബഹുമാനാണ് അല്ലേ? എൻ്റെ വാപ്പയാണത്, ഞാൻ ബഹുമാനിക്കേണ്ട ആളാണ് എന്ന് പറയുമ്പോൾ ആ ബഹുമാനത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പേടിയുണ്ട്. ആ വാപ്പ എന്തേലും പറഞ്ഞാൽ എന്നൊരു പേടി എനിക്കുണ്ടാവും അല്ലേ? ആ പേടി ഇതേപോലെ എന്തുകൊണ്ടാണ് ആ പേടി ഉണ്ടാവണത്? ഞാൻ എൻ്റെ വാപ്പ ആരാണ്? എനിക്ക് ഒരു വയസ്സായപ്പം എന്നെ കയ്യും പിടിച്ച് എന്നെ വളർത്തി, എന്നെങ്ങനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടതൊക്കെ നൽകി, ഈ വിദ്യാഭ്യാസമൊക്കെ നൽകി അല്ലേ? അതിനും വേണ്ടിയൊക്കെ കഠിനമായി അധ്വാനിച്ച് എന്നെ പോറ്റി വളർത്തിയ ഈ ഒരു ഇതിൽ പദവിയിൽ എന്നെ എത്തിച്ച ആ വാപ്പയെ ആദരിക്കേണ്ടത്. അപ്പോൾ ആ വാപ്പനെ ഞാൻ മനസ്സിലാക്കുകയാണ്. ആ മനസ്സിലാക്കിയത് കൊണ്ടാണ് ആദരവ് കിട്ടുന്നത് അല്ലേ? ഇതേപോലെ റബ്ബിന് നമ്മൾ ഭയപ്പെടണമെങ്കിൽ റബ്ബിനെ മനസ്സിലാക്കിയ ഒരാൾക്കേ ഭയപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. എന്താ? ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാഉ. അള്ളാഹുവിനെ ഭയപ്പെടേണ്ട വിധം ഭയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ അടിമകളിൽ പഠിച്ച അറിവുള്ള ആളുകളാണ്, അള്ളാഹിനെ മനസ്സിലാക്കിയ ആളുകളാണ്. അപ്പോൾ അള്ളാഹിനെ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാവുള്ളൂ? ഖശിയ, ഖുശൂ എന്ന ആ സംഗതി ഉണ്ടാവുള്ളൂ അല്ലേ? അള്ളാഹിനെ മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓന് ദാലിക ലിമൻ ഖശിയ റബ്ബ എന്ന് പറയാൻ പറ്റൂല. അപ്പം റബ്ബ് ആരാണ് എന്ന് ശരിക്ക് അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരാൾക്ക് എന്ത് കിട്ടുള്ളൂ? ഈ പറഞ്ഞതൊക്കെ കിട്ടുള്ളൂ അല്ലേ? അള്ളാഹിനെ മനസ്സിലാക്കാതെ ഞാൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു സംഗതി പറഞ്ഞു. എന്തേനി? നിങ്ങൾ ഡോക്ടർ എന്ന് എപ്പോഴാണ് വിളിക്കുക? പുറത്ത് ബോർഡ് എഴുതി വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലേ? അയാൾ പഠിച്ച് ഉന്നതനായി സ്റ്റെപ്പായി കയറിപ്പോയ ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഡോക്ടറാവുള്ളൂ. ഇതേപോലെ ഒരു മനുഷ്യൻ വളർന്നത് മുതൽ അവൻ്റെ ജീവിതാന്ത്യം വരെ അള്ളാഹുവിനെ പറ്റി ഇങ്ങനെ പഠിക്കുകയാണ്. അങ്ങനെ പഠിക്കണ ഒരാൾക്ക് എന്തുണ്ടാവുള്ളൂ? ഖുശൂ ഉണ്ടാവുള്ളൂ. ആ ഖുശൂ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദാലിക ലിമൻ ഖശിയ റബ്ബ എന്ന ഗണത്തിൽ നമ്മൾ ഉൾപ്പെടുന്നത്. ഇനി നിങ്ങൾ തിരിച്ചു വരിക. അപ്പോൾ സ്വർഗം, അതാണ് ഇപ്പം നമ്മുടെ വിഷയം. ആ സ്വർഗത്തിൻ്റെ പ്രത്യേകത അതിൽ നിത്യവാസം ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ? അപ്പം സ്വർഗത്തെപ്പറ്റി ലോകത്തുള്ള മനുഷ്യന്മാർ മുഴുവൻ സംസാരിച്ചാലും അത് പരിപൂർണമായി നമുക്കിത് ഉൾക്കൊള്ളാൻ നമ്മുടെ ഭാവനക്കൊക്കെ അപ്പുറമാണ് അതിലുള്ള സുഖസൗകര്യങ്ങൾ, അതിലുള്ള ആനന്ദങ്ങൾ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ അഅദത്തുൽ ഇബാദി അസ്വാലിഹീൻ, എൻ്റെ സച്ചരിതരായ ആളുകൾക്കിതാ ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. മാല ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്ത രൂപത്തിലുള്ളത്. വല ഉദ്നുൻ സമയത്ത്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത രൂപത്തിൽ. വല ഖത്ര അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യൻ്റെ മനസ്സിലും ഊഹിക്കാൻ പോലും സാധിക്കാത്ത അത്ര കാര്യം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിൻ്റെ മഹത്വത്തെപ്പറ്റി പറഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണ് കൊണ്ട് കാണുന്ന ഒരു പരിധിയും അറ്റവും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എത്ര യാത്ര ചെയ്താലും എത്ര പഠിച്ചാലും നമുക്കൊരു പരിധിയുണ്ട്. ആ പരിധികൾക്കൊക്കെ അപ്പുറമാണ് ഏത്?
അള്ളാഹുവിൻ്റെ സ്വർഗം എന്ന് പറഞ്ഞു. അപ്പം അതിനുള്ള ഏതാനും ചില കാര്യങ്ങൾ അള്ളാഹു ചില ഇതിൽ അങ്ങനെ പറഞ്ഞു തരികയാണ് എന്ന് മാത്രം. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയണ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തു, യുനാദി മുനാദിൻ, സ്വർഗത്തിൽ വെച്ചിട്ട് ഒരാളിങ്ങനെ വിളിച്ചു പറയും. എന്താണ്? ഇന്നലക്കും അൻതസിഹു വലാ തസ്കമു അബദ. ഇവിടെ നിങ്ങൾക്ക് എന്തുണ്ട്? സിഹത്തുണ്ട്, ആരോഗ്യമുണ്ട്. ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ രോഗിയാവൂല എന്നാണ്. ദുനിയാവിലൊരു ഏറ്റവും വലിയ പ്രശ്നം ഏതാ? ഏറ്റവും വലിയ ആപത്ത് എന്താ? എത്ര വലിയ ആരോഗ്യവാനും മല്ലവാനും ശക്തിവാനും ഒക്കെ ആണെങ്കിലും കാലാന്തരത്തിലൂടെ അവനെന്ത് വരും? ഈ പൊയ്ക്കുത്ത് വരുന്നത് പോലെ അവൻ്റെ ആരോഗ്യം ഇങ്ങനെ ക്ഷയിച്ചു പോകും അല്ലേ? ഇനിയിപ്പം ഞാൻ നല്ല ആരോഗ്യവാനാണ്, 10, 120 അല്ലെങ്കിൽ 80, 90 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യും? എൻ്റെ സെല്ലുകളൊക്കെ ഇങ്ങനെ ക്ഷയിക്കും. ഇത് ദുനിയാവിലൊരു ആഫത്താണ്. എന്നാൽ അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട എന്നാണ് റസൂലുള്ള പറയുന്നത്. ഇന്നലക്കും അന്തസിഹു, നിങ്ങളിവിടെ ആരോഗ്യവാന്മാരായി നിലകൊള്ളുക. ഫലാ തസ്കുമു അബദ, നിങ്ങൾ ഒരിക്കലും എന്താവൂല, രോഗം എന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവൂല എന്നാ. രണ്ടാമത്തെ ഒരു കാര്യം, വ ഇന്നലക്കും അൻതഹ്യു ഫലാ തമൂതു അബദ, നിങ്ങൾ എന്നുമെന്നും ഇവിടെ ജീവിക്കുക, ഒരിക്കലും നിങ്ങൾക്ക് മരണം ഉണ്ടാവില്ല എന്നാ. ദുനിയാവിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? എല്ലാം ഉണ്ടായാലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഉണ്ടായാലും എന്തിനെ പേടിയുണ്ടാവും? മരിക്കണമല്ലോ, പോണല്ലോ അല്ലേ? ഒരു മയ്യത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും, ഞാനിപ്പോൾ അതിൻ്റെ പിന്നാലെ പോകാനുള്ളതാണല്ലോ. മനുഷ്യനെന്ന് ഏറ്റവും വലിയ അപകടം എന്താ? മയ്യത്തൊക്കെ നമ്മൾ ഇങ്ങനെ തോളിലേറ്റും പിന്നെ മക്ബറയിലേക്ക് കൊണ്ടുപോയി തിരിച്ചു വരും. പക്ഷെ എന്തുണ്ടാവില്ല, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കൂല. ഞാനും അങ്ങോട്ട് പോവേണ്ടതാണല്ലോ എന്ന അവസ്ഥ. അപ്പം സ്വർഗത്തിൽ എന്തുണ്ടാവില്ല, പരലോകത്ത് എന്തുണ്ടാവില്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. മരിക്കണമല്ലോ എന്നുള്ള പേടി ഉണ്ടാവില്ല. ഫലാ തമൂതു അബദ. മൂന്നാമത്തെ ഒരു കാര്യം, വ ഇന്നലക്കും അൻതശുബ്ബു വലാ തഹ്റമു അബദ, അവിടെ നിങ്ങൾ എന്നുമെന്നും യുവാക്കളായി ജീവിക്കുക. അവിടെ എന്തുണ്ടാവില്ല? വാർദ്ധക്യം എന്ന് പറയണ ഒന്നും ഉണ്ടാവില്ല. അപ്പം ആലോചിച്ച് നോക്ക്, നിങ്ങൾ 100 വയസ്സാവുക, പിന്നെ 220 വയസ്സാവുക, 200 ആവുക, 1000 ആവുക എന്നൊരു പേടി തന്നെ വേണ്ട. എന്നും യുവാക്കൾ. അതാണ് സ്വർഗത്തിൻ്റെ പ്രത്യേകതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുക. നാലാമത്തൊന്ന്, വ ഇന്നലക്കും അൻ തൻഅമു വലാ തബ്അസു, എന്നും നിങ്ങൾ ആനന്ദത്തോടെ സുഖത്തോടെ ജീവിക്കുക. അവിടെ എന്തുണ്ടാവില്ല? ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം, എന്താ പ്രയാസം? ചിലപ്പോൾ പല പ്രയാസങ്ങളും വരും. രോഗമല്ലാത്ത തന്നെ ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലോ അല്ലേ? അങ്ങനെയുള്ള ഒരു പ്രയാസം പിന്നെ സ്വർഗലോകത്തിൽ ഉണ്ടാവൂല എന്നുള്ളതാണ്. ഇപ്പം ഉദാഹരണമായിട്ട് ഈ ദുനിയാവിൽ കുറേ കാലം നല്ല നിലയിൽ ആനന്ദത്തോടെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കണ മനുഷ്യനായിരിക്കും. പക്ഷേ അതെന്താവൂല, നീണ്ടുപോല. ഇന്ന് ഞാൻ നല്ല ആഹ്ലാദിച്ച് ആനന്ദത്തോടെ നിങ്ങളോടൊക്കെ ചിരിക്കുണ്ടാവും. അടുത്ത നിമിഷം എനിക്ക് എന്ത് വരും? കരയേണ്ട ഒരു അവസ്ഥ വരും അല്ലേ? ഇന്ന് ഞാൻ ധാരാളം കരഞ്ഞിട്ടുണ്ടാവും, നാളെ എന്തുണ്ടാവും? ചിരിക്കണ അവസ്ഥയും വരും. ഇതാണ് ദുനിയാവ്. ഇന്ന് എനിക്ക് നല്ല ആഫിയത്ത് ഉണ്ടാവും, നേരം പുലരുമ്പോൾ എന്തുണ്ടാവും? ആഫിയത്ത് പോയിട്ടുണ്ടാവും അല്ലേ? ഇന്ന് ഞാൻ വലിയ ധനാഢ്യനാണ്, നാളെ ഞാൻ എന്താവും? പരമദരിദ്രനാവും അല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു കവിയുടെ ഭാഷയിൽ നിങ്ങൾക്ക് കാണാം, എന്താണ് എന്താ തുടക്കം എന്തേനു? മാളിക മുകളിലേറിയ എന്താണ്? മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവൻ. അതിന്റെ തുടക്കം തോന്നുന്നുണ്ട് അല്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. വളരെ അർത്ഥവത്താണ്. ഇന്ന് ഞാൻ നിങ്ങളെ ഇടയിൽ ഇങ്ങനെ നല്ലോനായി, വലിയ പണക്കാരനായി, വലിയ നേതാവായി, മന്ത്രിയായി അല്ലേ ഒക്കെ ആയി ഇങ്ങനെ നടക്കുന്നുണ്ടാവും. നാളത്തെ യാചക. ഇതാണ് ദുനിയാവ്. എന്നാൽ പരലോകത്തോ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകുകയില്ല എന്നതാണ് അല്ലാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് അതാണ് ഖാലിദീന ഫീഹ എന്ന് അബദ എന്ന് പറഞ്ഞതിൽ ഉള്ള ആ സൂത്രം. ഒരിക്കലും അതിൽ എന്തുണ്ടാവില്ല, പിന്നെ ഒരു പേടിയും വയസ്സാവുമോന്നോ മരിച്ചു പോകുമോന്നോ ഉള്ള അനുഗ്രഹം നീങ്ങിപ്പോകുമോന്നോ അങ്ങനെ ഒരു പേടിയെ, അല്ലെങ്കിൽ ഉള്ളതിന് എന്തെങ്കിലും പൊയ്ക്കത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ബാധിക്കുമോ, അല്ലെങ്കിൽ ആനന്ദത്തിന് എന്തെങ്കിലും കോട്ടം തെറ്റുമോ എന്നൊന്നും പേടിക്കാനില്ല. അതാണ് സ്വർഗലോകം. അപ്പോൾ ദാലിക ലിമൻ ഖശിയ റബ്ബ എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ആ വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗത്തിൻ്റെ
പിന്നെ വൗസാഫുകളാണ്, അതിൻ്റെ വിശേഷണങ്ങളാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കും. പങ്കുകൊടുത്തില്ലേ? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.